നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്വന്തം പരമാധികാരം ഉറപ്പിച്ചു നിർത്താനും സമുദ്ര അതിർത്തികൾക്ക് പൂർണ്ണ സുരക്ഷ തീർക്കാനും ശേഷിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ആസ്തികളിലൊന്നാണ് വിമാനവാഹിനി കപ്പലുകൾ. നിലവിൽ സർവീസിലുള്ള INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിവയ്ക്ക് പുറമെ മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കണമെന്ന ചർച്ചകൾ ദീർഘകാലമായി നടന്നു വരികയായിരുന്നു. എന്നാൽ ആഗോള സൈനിക ആവശ്യങ്ങളും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും സാങ്കേതിക വെല്ലുവിളികളും കണക്കിലെടുത്ത് ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ 2 അഥവാ IAC-2 എന്ന പദ്ധതിയുടെ പ്രാഥമിക രൂപരേഖയിലും പ്രവർത്തന ലക്ഷ്യങ്ങളിലും വലിയൊരു തന്ത്രപരമായ മാറ്റത്തിന് ഇന്ത്യൻ നാവികസേന തയ്യാറെടുക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ IAC-2 പദ്ധതിയിലൂടെ INS വിശാൽ എന്ന പേരിൽ ഒരു ഭീമൻ സൂപ്പർ കാരിയർ നിർമ്മിക്കാനായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത്. കാറ്റോബോർ സംവിധാനവും വൈദ്യുത കാന്തിക വിക്ഷേപണ സാങ്കേതിക വിദ്യയായ ഇമാൽസും ഉൾപ്പെടുത്തി 65,000 ടൺ ഭാരമുള്ള ഒരു വൻകിട കപ്പലായിരുന്നു നാവികസേനയുടെ പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. 50ലധികം യുദ്ധവിമാനങ്ങളെ വഹിക്കാനും ചിലപ്പോൾ ആണവോർജ്ജത്തിൽ വരെ പ്രവർത്തിക്കാനും ശേഷിയുള്ള ഇത്തരമൊരു കപ്പൽ നിർമ്മിക്കുന്നത് വഴി അമേരിക്കയോ റഷ്യയോ പോലെ വിരലിൽ എണ്ണാവുന്ന വൻ ശക്തികളുടെ നിരയിലേക്ക് ഉയർന്ന പദവി ഇന്ത്യക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ സാമ്പത്തിക ചെലവുകൾ, സാങ്കേതിക സങ്കീർണതകൾ, കപ്പൽ നിർമ്മാണത്തിന് എടുക്കുന്ന ദീർഘമായ കാലയളവ് എന്നിവ ഇത്തരം ഒരു സ്വപ്ന പദ്ധതിക്ക് കടുത്ത വെല്ലുവിളിയായി മാറി. ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ നാവികസേന അത്യന്തം അപകട സാധ്യതയുള്ള ഒരു സൂപ്പർ കാരിയർ പദ്ധതിക്ക് പിന്നാലെ പോകാതെ മുൻപ് വിജയകരമായി നിർമ്മിച്ച INS വിക്രാന്തിൻ്റെ മാതൃക പിന്തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. മുൻ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ വെച്ച് നിർമ്മിക്കുന്ന ഒരു എൻഹാൻസ്ഡ് വിക്രാന്ത് രീതിയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഏകദേശം 45,000 ടൺ ഭാരമുള്ള വിക്രാന്തിന് സമാനമായ എന്നാൽ അത്യാധുനിക വ്യോമയാന നിരീക്ഷണ സംവിധാനങ്ങളും ഡെക്ക് സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള രൂപകൽപ്പനയാണ് ഇതിനായി സ്വീകരിക്കുന്നത്. നിലവിൽ ഉപയോഗിക്കുന്ന സ്റ്റോബർ വിക്ഷേപണ രീതി തന്നെ തുടരുന്നത് വഴി സാങ്കേതിക തടസ്സങ്ങളും വൻതുകയുടെ അധിക ചെലവുകളും ഒഴിവാക്കാനും നിർമ്മാണ സമയം വൻതോതിൽ കുറയ്ക്കാനും തദ്ദേശീയ കപ്പൽ നിർമ്മാണശാലകൾക്ക് സാധിക്കും. INS വിക്രമാദിത്യ ഭാവിയിൽ കൂടുതൽ അറ്റകുറ്റപ്പണികൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകളുടെ തടസ്സമില്ലാത്ത പ്രവർത്തനം ഉറപ്പാക്കുക എന്നത് നാവികസേനയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പുതിയൊരു സൂപ്പർ കാരിയർ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുക്കാൻ പതിറ്റാണ്ടുകൾ തന്നെ സമയം വേണം. അതിനാൽ കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ നിർമ്മിച്ചെടുക്കാനാകുന്ന ഒരു എൻഹാൻസ്ഡ് വിക്രാന്ത് മോഡൽ ഇന്ത്യയുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് കൃത്യമായ പരിഹാരമാണ് നൽകുന്നത്. ഈ യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനം കിഴക്കൻ പടിഞ്ഞാറൻ സമുദ്ര അതിർത്തികളിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഏത് സമയത്തും ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും. എന്നാൽ IAC-2 പദ്ധതിയിൽ വന്നിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായ മാറ്റം കപ്പലിൻ്റെ ഭാരത്തിലോ മിസൈൽ ശേഷിയിലോ അല്ല, മറിച്ച് അതിൽ ഉപയോഗിക്കാൻ പോകുന്ന ഡ്രോൺ ശൃംഖലകളിലും അൺമാൻഡ് കോമ്പാക്ട് എയറിയൽ വെഹിക്കിളിലുമാണ്. ഭാവിയിലെ സമുദ്രയുദ്ധങ്ങൾ കേവലം പൈലറ്റുമാർ പറത്തുന്ന യുദ്ധവിമാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന തിരിച്ചറിവിൽ ആളില്ലാ വിമാനങ്ങളെയും യുദ്ധ ഡ്രോണുകളെയും സ്വീകരിക്കാനും വിക്ഷേപിക്കാനും സാധിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി വിമാനവാഹിനികളെ മാറ്റാനാണ് നാവികസേന പദ്ധതിയിടുന്നത്. റോന്തു ചുറ്റുന്ന നിരീക്ഷണ ഡ്രോണുകൾ, പൈലറ്റുള്ള വിമാനങ്ങൾക്ക് കൂട്ടായി പറക്കുന്ന ലോയൽ വിങ്മാൻ സിസ്റ്റങ്ങൾ, ശത്രുക്കളുടെ റഡാറുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വാം ഡ്രോണുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും പുതിയ കാരിയർ പ്രവർത്തിക്കുക. ആളില്ലാ വ്യോമയാന സംവിധാനങ്ങളെ മുൻനിർത്തി രൂപകൽപ്പന ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനിയായി IAC-2 മാറിയേക്കാം. ഈ സാധ്യത പ്രതിരോധ മേഖലയിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ നാവിക വ്യൂഹത്തിൻ്റെ പ്രഹരശേഷി 100 കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കാൻ സഹായിക്കും. കറ്റാപ്പൾട്ട് അധിഷ്ഠിതമായ ഭീമൻ INS വിശാൽ എന്ന ആശയം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ വേഗതയ്ക്കും പ്രായോഗികതയ്ക്കും ഊന്നൽ നൽകുന്ന ഇന്ത്യയുടെ നയം സമുദ്ര പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ മേൽക്കൈ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആഗോള നാവിക പ്രതിരോധ രംഗത്ത് ഭൗമരാഷ്ട്രീയ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയായി ഇന്ത്യൻ മഹാസമുദ്ര മേഖല അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയിലെ പരമാധികാരവും വിഭവ സംരക്ഷണവും ഉറപ്പുവരുത്താൻ
ഇന്ത്യയുടെ പുതിയ വിമാനവാഹിനി കപ്പൽ നിർണായകമായ പങ്കാണ് വഹിക്കാൻ പോകുന്നത്. അത്യാധുനികമായ അൺമാൻഡ് കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിളുകളും ഡ്രോൺ ശൃംഖലകളും സമന്വയിപ്പിച്ച് എൻഹാൻസ്ഡ് വിക്രാന്ത് മാതൃകയിൽ ഇന്ത്യ രൂപകൽപ്പന ചെയ്യുന്ന ഈ പുതിയ വിമാനവാഹിനി മേഖലയിലെ പരമ്പരാഗത നാവിക ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിയെഴുതാൻ പോകുന്ന ഒന്നാണ്. ഇന്ത്യയുടെ ഈ പുതിയ നാവിക മുന്നേറ്റം ചൈനയ്ക്കും പാകിസ്ഥാനും സൃഷ്ടിക്കുന്ന തന്ത്രപരമായ വെല്ലുവിളികളും അത് ഇരു രാജ്യങ്ങളുടെയും സമുദ്രമേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളും അത്യന്തം ഗൗരവകരവും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉള്ളതാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ദീർഘകാലമായി പരിശ്രമിക്കുന്ന ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഈ പുതിയ വിമാനവാഹിനി പദ്ധതി നൽകുന്നത്. ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിൽ സ്വന്തമായി നാവിക താവളം നിർമ്മിച്ചും പാകിസ്ഥാനിലെ ഗോദ്വർ, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുടങ്ങിയ തുറമുഖങ്ങളിൽ വൻതുക നിക്ഷേപിച്ചും ഇന്ത്യയെ വളയാൻ ചൈന മെനഞ്ഞെടുത്ത സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രത്തിന് തടയിടാൻ IAC-2 ഇന്ത്യയെ സജ്ജമാക്കുന്നു. മൂന്നാമതൊരു വിമാനവാഹിനി കൂടി സജ്ജമാകുന്നതോടെ കിഴക്കൻ അതിർത്തിയായ ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറൻ അതിർത്തിയായ അറബിക്കടലിലും ഒരേ സമയം 3 കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകളെ സദാസമയം വിന്യസിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഒരു കപ്പൽ അറ്റകുറ്റപ്പണിക്കായി മാറ്റിവെക്കേണ്ടി വന്നാൽ പോലും ഇന്ത്യയുടെ നാവിക കാവലിൽ യാതൊരുവിധ വിടവും ഉണ്ടാകില്ല എന്നത് ബെയ്ജിങ്ങിന് വലിയൊരു തലവേദനയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഊർജ്ജ ആവശ്യങ്ങളുടെയും ജീവരക്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യാപാരാവശ്യങ്ങൾക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ബഹുഭൂരിപക്ഷവും കടന്നുപോകുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ്. ഈ തന്ത്രപ്രധാനമായ സമുദ്രപാതയിൽ പൂർണ്ണ നിയന്ത്രണവും കാവലും ഏർപ്പെടുത്താൻ ഇന്ത്യയുടെ സജ്ജമായ വിമാനവാഹിനി വ്യൂഹത്തിന് കഴിയും. മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ചൈനയിലേക്കുള്ള ഇന്ധന കപ്പലുകളുടെ ഗതാഗതം ഉപരോധിക്കാനും തടസ്സപ്പെടുത്താനും ഇന്ത്യക്ക് അനായാസം സാധിക്കുമെന്നത് ചൈനീസ് നാവികസേനയെ വലിയൊരളവോളം സമ്മർദ്ദത്തിലാക്കുന്നു. തദ്ദേശീയമായി വളരെ വേഗത്തിൽ നിർമ്മിച്ചെടുക്കാവുന്ന ഒരു വിമാനവാഹിനി പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ത്യ മാറുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തങ്ങളുടെ നാവികശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നതും ചൈനയുടെ ദീർഘകാല സമുദ്ര വികസന മോഹങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. മറുഭാഗത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വികസനം തികച്ചും ആകുലതജനകമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. സ്വന്തമായി വിമാനവാഹിനി കപ്പലുകളില്ലാത്ത പാകിസ്ഥാൻ നാവികസേന ഇന്ത്യയുടെ വലിയ യുദ്ധക്കപ്പലുകളെ പ്രതിരോധിക്കാൻ പ്രധാനമായും അന്തർവാഹിനികളെയും കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആൻറ്റി ഷിപ്പ് മിസൈലുകളെയുമാണ് ആശ്രയിച്ചു പോരുന്നത്. എന്നാൽ അത്യാധുനിക സർവൈലൻസ് ഡ്രോണുകളും യുദ്ധ ഡ്രോണുകളും ലോയൽ വിങ്മാൻ സിസ്റ്റങ്ങളും അടങ്ങിയ ഇന്ത്യയുടെ പുതിയ വിമാനവാഹിനി വ്യൂഹത്തിന് പാകിസ്ഥാൻ്റെ ഈ പ്രതിരോധ കോട്ടകളെ വളരെ എളുപ്പത്തിൽ ഭേദിക്കാൻ സാധിക്കും. പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാകാതെ തന്നെ പാകിസ്ഥാൻ്റെ നാവിക താവളങ്ങൾക്കുള്ളിലേക്ക് തുളച്ചുകയറി ആക്രമണം നടത്താനും കറാച്ചി ഉൾപ്പെടെയുള്ള പ്രധാന തുറമുഖങ്ങൾ പൂർണ്ണമായി ഉപരോധിക്കാനും ഇന്ത്യയുടെ IAC-2 പ്ലാറ്റ്ഫോമിന് കഴിയും. കൂടാതെ ചൈനയും പാകിസ്ഥാനും ചേർന്ന് അറബിക്കടലിൽ രൂപീകരിച്ചിട്ടുള്ള സംയുക്ത നാവിക അച്ചുതണ്ടിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇത് കാര്യമായി തടസ്സപ്പെടുത്തും. അറബിക്കടലിൽ സദാസമയവും സജ്ജമായിരിക്കുന്ന ഒരു ഇന്ത്യൻ വിമാനവാഹിനി വ്യൂഹം പാകിസ്ഥാൻ്റെ വ്യോമ സമുദ്ര അതിർത്തികളിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ മേൽക്കോയ്മ നൽകും. യുദ്ധസമയത്ത് പാകിസ്ഥാനിലേക്കുള്ള സമുദ്ര വ്യാപാരാതിർത്തികൾ അടച്ചുപൂട്ടാൻ ഇന്ത്യക്ക് സാധിക്കുന്നത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ നിമിഷനേരം കൊണ്ട് തളർത്താൻ പോകുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ IAC-2 എന്ന മൂന്നാം വിമാനവാഹിനിയുടെ വരവ് കേവലം ഇന്ത്യയുടെ സൈനികശേഷി വർദ്ധിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് വടക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽ രൂപപ്പെടുന്ന ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ടിന് ഇന്ത്യ നൽകുന്ന വ്യക്തമായ തന്ത്രപരമായ മറുപടി കൂടിയാണ്. പവർ പ്രൊജക്ഷൻ അഥവാ സമുദ്രത്തിൽ സ്വന്തം ശക്തി പ്രകടമാക്കാനുള്ള ഇന്ത്യയുടെ ഈ ശേഷി ഭൗമരാഷ്ട്രീയ രംഗത്ത് ഭാരതത്തിൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നതിനൊപ്പം എതിരാളികളുടെ അധിനിവേശ മോഹങ്ങൾക്ക് വലിയൊരു തടസ്സമായി നിലകൊള്ളുകയും ചെയ്യും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.